നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 4 ആണ്. സോ മൊഡ്യൂൾ 4ൻ്റെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിസ്റ്റം അഡ്മിനിസ്ട്രേഷനാണ്. സോ സിസ്റ്റം അഡ്മിനിസ്ട്രേഷനകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ക്ലയൻറ്റ് സെർവർ ഹാർഡ്വെയറിനെ കുറിച്ചിട്ടാണ്. സോ ക്ലയൻറ്റ് സെർവർ ഹാർഡ്വെയർ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം, ഓർഗനൈസേഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേനും അസംബിൾ ചെയ്യുമ്പം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം ഒക്കെ ഈ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്താൽ മാത്രമേ ഇവർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ നമ്മൾക്കൊരു ഇപ്പോൾ ഒരു ക്ലയൻറ്റ് സെർവറിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേനും എന്തെങ്കിലും ഇൻകറക്റ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദർ ആർ എ ലോട്ട് ഓഫ് യൂസർ പ്രോബ്ലംസ് ദാറ്റ് അക്കേഴ്സ്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ലാൻ അഡ്മിനിസ്ട്രേഷൻ പ്രോബ്ലംസിനകത്ത് നമുക്ക് പ്രോപ്പർ ആർക്കിടെക്ചർ സപ്പോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ പ്രിവെൻറ്റ് ഇറ്റ്. അതായത് വാട്ട്സ് എവർ ദ പ്രോബ്ലംസ് ആ പ്രോപ്പർ ആർക്കിടെക്ചർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഡേറ്റ മോഡലിനെ ഡിഫൈൻ ചെയ്യണം, യൂസേഴ്സിനെയും അവരുടെ ആക്സസിനെയും നമ്മൾ ഡിഫൈൻ ചെയ്യണം. സ്റ്റോറേജ് ഒബ്ജക്ട്സിനെ സിസ്റ്റത്തിൽ ഡിഫൈൻ ചെയ്തു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റാൻഡേർഡ്സോ അല്ലെങ്കിൽ ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എറേഴ്സിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് അവൈലബിലിറ്റിയാണ്. സോ അവൈലബിലിറ്റി എന്നുള്ളൊരു ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾക്കൊരാവശ്യം വരുമ്പോൾ ആ ഒരു സംഭവം സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു മീനിങ്ങാണ് നമ്മൾ അവൈലബിലിറ്റി എന്നുള്ളൊരു ടേം കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത്. സോ അവൈലബിലിറ്റി മീൻസ് സിസ്റ്റം അപ് ടൈം, അല്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിൻ്റെ കേപ്പബിലിറ്റി ടു പ്രോസസ് ദി ഇൻഫർമേഷൻ ആൻഡ് ഡു ദി എക്സ്പെക്റ്റഡ് വർക്ക് വെൻ എവർ കോൾഡ് ഓൺ. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് സിസ്റ്റം പണിയെടുക്കണം, നമ്മൾക്ക് ആവശ്യമുള്ള ടാസ്ക് സിസ്റ്റം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അവൈലബിലിറ്റിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ടെക്നോളജിക്കൽ ആൻഡ് പ്രൊസീജിയറൽ സ്റ്റെപ്സ് ഉണ്ട്. സോ എന്തെങ്കിലും എറേഴ്സ് വന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയേഴ്സ് വെച്ച് ഈ ഒരു ചേഞ്ചിനെ നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ചേഞ്ച് ഹാർഡ്വെയർ വൈസ് ആയേക്കാം, സോഫ്റ്റ്വെയർ ആയേക്കാം, സിസ്റ്റം വൈസ് ആയേക്കാം. നമ്മുടെ പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് നമ്മൾ ആദ്യമേ ആ ഒരു ചേഞ്ചിനെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിനെ ടെസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. സോ ഈ ഒരു പ്രൊസീജിയേഴ്സിനോട് അഡ്ഹർ ചെയ്യുക എന്നുള്ളത് അവൈലബിലിറ്റി എൻഷുർ ആക്കാനായിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചില ബാക്ക് ഔട്ട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഇഫ് ബൈ ചാൻസ് നമുക്ക് ഈ ഒരു സിസ്റ്റം ഫെയിലായി, ഇംപ്ലിമെൻറ്റേഷൻ്റെ സമയത്ത് ഫെയിലായി എന്നുണ്ടെങ്കിൽ ആ ഒരു ഫെയിലിയറിനെ നമുക്ക് എങ്ങനെ കോപ്പപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് ബാക്ക് ഔട്ട് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ടെക്നോളജിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ എംഫസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പവർ സോഴ്സസ്, ജനറേറ്റേഴ്സ്, ബാറ്ററി പവർ സോഴ്സസ്, പ്രോസസ്സേഴ്സ്, മാഗ്നറ്റിക് ഡിസ്ക് ഡിവൈസസ്, ഇതൊക്കെ നമ്മളുടെ പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കോമ്പണൻറ്റിൻ്റെ ഫെയിലിയേഴ്സ് വരുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. യൂഷ്വലി നമുക്കിപ്പം ഒരു ഫെയിലിയർ വന്നു എന്നുണ്ടെങ്കിൽ ഡേറ്റ സെൻറ്റേഴ്സിനെ ആയിരിക്കും നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമ്മളുടെ ഡേറ്റ എല്ലാം ഇരിക്കുന്നത് ഡേറ്റ സെൻറ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫെയിലിയേഴ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഡേറ്റേനെ നമുക്ക് നമുക്ക് ആ ഒരു പോസിബിലിറ്റീനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേറ്റ സെൻറ്റേഴ്സിനെ മാനേജ് ചെയ്യുന്നത് ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽസ് ആയിരിക്കണം. അവരൊരു സെൻട്രലൈസ്ഡ് ലൊക്കേഷനിലായിരിക്കണം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഫ് ദർ ആർ എനി വാട്ട് യു സേ ഫോർ ദാറ്റ് എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെയിലിയേഴ്സ്, ഈ ഒരു ഡേറ്റ സെൻറ്ററിൽ ഒരു ഫെയിലിയർ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ഡേറ്റ ചേഞ്ച് ചെയ്യുന്നതിന് മുൻപ് പ്രീവിയസ് ഡേറ്റയിലോട്ട് റിവേർട്ട് ബാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷനും ഡേറ്റ സെൻറ്റേഴ്സിന് ഉണ്ടായിരിക്കണം. സോ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഏതെങ്കിലും ഒരു രീതിക്കുള്ള ചേഞ്ച് വന്നു എന്നുണ്ടെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിനെല്ലാം കോമ്പാക്റ്റ് ചെയ്യാനായിട്ടും സാധിക്കണം. ബിക്കോസ് ബിസിനസ് ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ബിസിനസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലേ? സോ ബിസിനസ് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അനുസരിച്ച് ആ ഒരു ചേഞ്ചിനെ നമ്മളുടെ സിസ്റ്റത്തിനകത്തോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് അജിലിറ്റി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു അജിലിറ്റി ഒരു ക്ലോസ്ലി റിലേറ്റ് ചെയ്തേക്കുന്നതാണ്. സോ ആ ഒരു കേപ്പബിലിറ്റിയും ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷന് ഉണ്ടായിരിക്കണം.
എറേഴ്സിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഹൈലി ക്വാളിഫൈഡ് ടെക്നിക്കൽ സ്റ്റാഫും റിക്വയർഡ് ആണ്. സോ പല നെറ്റ്വർക്ക് മാനേജ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടും കൂടെ സാധിക്കും. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് റിലയബിലിറ്റിയാണ്. റിലയബിലിറ്റി എന്ന് പറയുമ്പം നമുക്കറിയാം ഒരു ട്രസ്റ്റ് വർത്തി എന്നുള്ള ഒരു സിനോണിയമാണ് റിലയബിലിറ്റിക്കുള്ളത് അല്ലേ. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഫെയിലിയേഴ്സോ വല്ലതും വന്നാൽ അത് റിസോൾവ് ചെയ്യാനും ഇപ്പം ഒരു ബ്രീച്ചോ കാര്യങ്ങളൊന്നും വരത്തില്ല എന്നുള്ളൊരു ഉറപ്പും സെക്യൂരിറ്റി വൈസ് ഉള്ള ഒരു ഉറപ്പാണ് നമ്മൾ റിലയബിലിറ്റി എന്നുള്ളൊരു ടേം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ റിലയബിലിറ്റി എന്ന് പറയുന്നത് ഫേസ്റ്റ്ലി അവൈലബിലിറ്റി ഫാക്ടേഴ്സിനെ റിസോൾവ് ചെയ്യണം. അതായത് റിലയബിലിറ്റി എന്ന് പറയുന്നത് അവൈലബിലിറ്റി എന്ന ആ ഒരു ഫംഗ്ഷനെ പോസിബിൾ ആക്കണം. അതിനാണ് നമ്മൾ റിലയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രൊട്ടക്ഷനാണ് നമ്മൾ മെയിൻലി പറയുന്നത്. അതായത് ഓവർ റൈറ്റിങ്ങോ അല്ലെങ്കിൽ അൺഓത്തറൈസ്ഡ് ടാസ്കുകൾ ചെയ്യുന്നതിൽ നിന്നുമുള്ള പ്രൊട്ടക്ഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ റിസോഴ്സും നമ്മളുടെ സിസ്റ്റത്തിനകത്തുള്ള ഓരോ റിസോഴ്സസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരെ അൺവാണ്ടഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ റിലയബിലിറ്റി എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം സോഫ്റ്റ്വെയർ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ ഒറ്റ ടൈമിൽ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേനും എന്തെങ്കിലും ഫെയിലിയേഴ്സോ കാര്യങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫെയിലിയേഴ്സിനെ കോപ്പപ്പ് ചെയ്യാനായിട്ടും സാധിക്കണം. അടുത്ത നമ്മൾ നോക്കുന്നത് ഒബ്സർവബിലിറ്റിയാണ്. സോ ഒബ്സർവബിലിറ്റി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു മെഷർ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ബൈ only its external outputs. അതായത് നമ്മളുടെ എക്സ്റ്റേണൽ ഔട്ട്പുട്ട്സിനെ മോണിറ്റർ ചെയ്ത് നമ്മളുടെ ഇൻറ്റേർണൽ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിൽ എന്തെങ്കിലും വേരിയേഷൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി ഒബ്സർവബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് നമ്മളുടെ സർവീസസിൽ ചേഞ്ചസ് വരുത്താം, അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇത് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയുമായിട്ട് കോപ്പപ്പ് ചെയ്യാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റീനെ ഒരു രീതിക്കുള്ള ഇഷ്യൂസും ഉണ്ടാക്കാനായിട്ട് പാടില്ല. അതാണ് നമ്മൾ ഒബ്സർവബിലിറ്റിയും കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ഒബ്സർവബിലിറ്റീനെ പോസിബിൾ ആക്കാനായിട്ട് നമുക്കറിയാം ഒബ്സർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോക്കിക്കാണുക അല്ലേ. അപ്പം ഈ ഒരു ഒബ്സർവിങ്ങിനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഹാവിങ് സർട്ടൻ ടൂൾസ്. ഇപ്പം നമ്മൾക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ കറണ്ട് സ്റ്റേറ്റിലെ ലോഗ്സ്, മെട്രിക്സ്, ട്രേസസ് ഒക്കെ കൊണ്ടിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒബ്സർവബിലിറ്റിയുടെ 3 പില്ലേഴ്സായിട്ട് നമ്മൾ ഇവരെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ട്രബിൾ ഷൂട്ടിങ്ങിന് ഒബ്സർവബിലിറ്റി വളരെയേറെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നമ്മളുടെ എക്സ്പെക്റ്റഡ് സിസ്റ്റത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റഡ് സ്റ്റേറ്റിൽ നിന്നും സിസ്റ്റം ഡീവിയേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ മോണിറ്ററിങ് അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഡീവിയേഷൻസ് വന്നു എന്നുണ്ടെങ്കിൽ അലേർട്ട്സ് കൊടുക്കുക, ഇതൊക്കെ ഒബ്സർവബിലിറ്റിയും കൊണ്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് എക്സാംസിൽ ഇതുപോലത്തെ ടേംസ് ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺഫ്യൂസ്ഡ് ആവാതെ ഓരോ ടേംസും എന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സർവീസബിലിറ്റിയാണ്. സർവീസബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റത്തിൽ എവിടെയെങ്ങാനും ഫെയിലിയേഴ്സ് വന്നു എന്നുണ്ടെങ്കിൽ ആ ഫെയിലിയേഴ്സിനെ പിൻ പോയിൻറ്റ് ചെയ്യാനായിട്ട് സർവീസബിലിറ്റിയിൽ സാധിക്കണം. അതായത് എൻ്റെ സിസ്റ്റത്തിൽ എവിടെയെങ്ങാനും ഫെയിലിയേഴ്സ് വന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ഫെയിലിയേഴ്സ് എവിടെയാണ് അക്കർ ചെയ്തേക്കുന്നത് എന്നും ആ ഒരു ഫെയിലിയേഴ്സിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും സർവീസബിലിറ്റിയും കൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതിനായിട്ട് നമുക്ക് ചില പ്രോട്ടോകോൾസ് യൂസ് ചെയ്യാം. അതായത് സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾസ് പോലത്തെ SNMP ഇവരൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു നെറ്റ്വർക്കിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. എവിടെയെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്സ് നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ സർവീസബിലിറ്റിയും കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ നമ്മളുടെ ഫെയിലിയേഴ്സിൻ്റെ ലൊക്കേഷൻസ് പിൻ പോയിൻറ്റ് ചെയ്യാനും അതിന് പ്രോപ്പറായിട്ടുള്ള നമുക്ക് എറേഴ്സ് നോട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് എടുക്കാനുമായിട്ടാണ് നമ്മൾ സർവീസബിലിറ്റി യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് അജിലിറ്റിയാണ്. സോ അജിലിറ്റിയും കൊണ്ട് നമ്മളിവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾക്ക് ഒരു ബിസിനസ്സിന് പല രീതിക്കുള്ള ചേഞ്ചസ് നടക്കും അല്ലേ. ഈ ഓരോ ചേഞ്ചസിനെയും നമുക്ക്
പെട്ടെന്ന് നമ്മളുടെ സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും, അതായത് ക്വിക്കായിട്ട് അവരെ ഡെവലപ്പ് ചെയ്യാൻ, അതിനനുസരിച്ച് ടെസ്റ്റ് ചെയ്യാൻ, ആ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാനൊക്കെയാണ് നമ്മൾ അജിലിറ്റി യൂസ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇപ്പോൾ ഈ ഒരു അജിലിറ്റി എന്ന് പറയുമ്പോഴത്തേനും റിസോഴ്സസ് നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും, ചിലപ്പോൾ ഉള്ള റിസോഴ്സസിൻ്റെ ആവശ്യങ്ങൾ അത്രയും വരത്തില്ലായിരിക്കും. സോ ഇതിൻ്റെ ഒരു എന്താണ് പറയുന്നത്, ഒരു ടു ആൻഡ് ഫ്രോ ഇതിനെ അലോട്ട് ചെയ്യുകയും ഡിഅലോക്കേഷൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ അജിലിറ്റിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അജിലിറ്റി എന്താണ്? ഒരു ഫ്ലെക്സിബിലിറ്റി എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ബിസിനസ്സിൻ്റെ ചേഞ്ചിനനുസരിച്ച് നമുക്ക് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാനും നമ്മളുടെ സിസ്റ്റത്തിനെ അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യാനും ഒക്കെയാണ് അജിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷനാണ്. നമുക്കൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലയൻറ്റ് സെർവർ മോഡൽ എടുക്കാം. ഓക്കെ, ഇതിലെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പല ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലയൻറ്റ് സെർവർ മോഡൽ ആയതുകൊണ്ട് തന്നെ ഇത് പല സെർവേഴ്സിലായിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കൊരു ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച് എല്ലാ സെർവേഴ്സിലും അല്ലെങ്കിൽ എല്ലാ സോഫ്റ്റ്വെയറിലും റെസിപ്രോക്കേറ്റ് ചെയ്തു എന്നുള്ളൊരു ഉറപ്പ് എനിക്കവിടെ ആവശ്യമുണ്ട്. ഇപ്പോൾ യൂണിക്സിൻ്റെ കാര്യം എടുക്കാം. യൂണിക്സിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ യൂണിക്സിൽ ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം ഡിഫറെൻറ്റ് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ഹാർഡ്വെയർ പ്ലാറ്റ്ഫോംസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ എവിടെയെങ്ങാനും ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ചേഞ്ച് വന്നു എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള പ്ലാറ്റ്ഫോമായിട്ട് കോമ്പാക്റ്റബിൾ ആയിരിക്കണം അല്ലായിരിക്കാം, അങ്ങനെ പല പോസിബിലിറ്റീസ് നമുക്ക് വരുന്നുണ്ട് അല്ലേ. സോ ഇവിടെ ഇപ്പം ലൈബ്രറീസിൻ്റെ കാര്യം എടുക്കുവാണെങ്കിലും ഇപ്പം ചില ഇപ്പോൾ ഫിസിക്കൽ ഹാർഡ്വെയർസ് വിത്ത് റെസ്പെക്ട് ടു ആയിരിക്കും ഒരു ലൈബ്രറി നമ്മളൊരു മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ പല പ്ലാറ്റ്ഫോംസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ലൈബ്രറീനെ എല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. സോ ഇപ്പോൾ ഒരു ചേഞ്ച് വരുക, അല്ലെങ്കിൽ ഇപ്പം ദർ ഇസ് സം ഇംപ്ലിമെൻറ്റേഷൻ ഗോയിങ് ഓൺ ഇൻ വൺ സോഫ്റ്റ്വെയർ, അതെല്ലാ സോഫ്റ്റ്വെയറിലും ആ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞേച്ച് ആ ഒരു ചേഞ്ച് കറക്റ്റായിട്ടാണോ ചെയ്ത് എന്നുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആയിരിക്കുമ്പോൾ. അപ്പം ഇങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഒരു ഇപ്പം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഇപ്പം പല സോഫ്റ്റ്വെയർസ് പല കമ്പ്യൂട്ടേഴ്സിലാണ് കിടക്കുന്നത്. പക്ഷേ ഇപ്പം അവരെ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക? നമുക്ക് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലയൻറ്റ് സെർവറിനകത്ത് നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് അവിടെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പറ്റുമോ? ഇല്ല. അപ്പം ബിക്കോസ് എന്തുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നതിന് അതിൻ്റേതായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലയൻറ്റ് സെർവർ റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടി പ്രോബ്ലംസ് വരുമ്പോഴത്തേനും നമുക്ക് എഫക്റ്റീവായിട്ട് സോഫ്റ്റ്വെയർ മാനേജ് ചെയ്തു എന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസൈൻ ആൻഡ് പ്ലാനിങ് ആണ് ഇവിടെ എംഫസിസ് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ്റെ സമയത്ത് ഒരുപാട് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരത്തില്ല. നമുക്കതിനനുസരിച്ച് നമ്മളുടെ സോഫ്റ്റ്വെയറിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു പേഴ്സണൽ ഇപ്പം ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരാളുണ്ട്. ഇപ്പോൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്തെങ്കിലും കോൺഫിഗറേഷന് ചേഞ്ച് വരുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനത്തെ കുട്ടി പ്രോബ്ലംസ് വരുമ്പോൾ പ്രോപ്പർ ഡിസൈൻ പ്ലാനിങ്ങിലൂടെ നമുക്കതിനെ കോപ്പപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ്. സോ പെർഫോമൻസിൽ എങ്ങനെയാണ്? പെർഫോമൻസ് എന്നുള്ള ഒരു ടേം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും. ആ ഒരു ഔട്ട്പുട്ട് റീച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ പെർഫോമൻസ് എന്നുള്ളൊരു ടേം കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് പ്രോപ്പറായിട്ട് ഉള്ള ടൂൾസ് യൂസ് ചെയ്യാം. ഇപ്പം മോണിറ്ററിങ് ടൂൾസ് ആയിട്ടുള്ള ഇപ്പോൾ കാൻഡിൽ കോർപ്പറേഷൻ്റെ ഒമേഗാമൻ MVS നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അനാലിറ്റിക്സ് ടൂൾസ് ഉണ്ട്, RMF IBMൻ്റെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പല ടൂൾസ് ഉണ്ട് ഡേ ടു ഡേ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനായിട്ട്. സോ ഇപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഡേ ടു ഡേയുടെ പെർഫോമൻസ് നമ്മൾ ട്രാക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് സിസ്റ്റം കാഴ്ചവെക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിപ്പം ഈ ഒരു ട്രെൻഡ്സ് നമുക്ക് കിട്ടി. ഈ ഒരു ട്രെൻഡ്സിൽ നിന്നും നമുക്ക് ഇപ്പം നമ്മളുടെ സിസ്റ്റം ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, യൂസറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ബേസിക്കലി എന്താണ് നമ്മൾ പെർഫോമൻസിൽ പറയുന്നത്? നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഇവാലുവേഷനാണ് പെർഫോമൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ഒരു ഇവാലുവേഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമ്മൾക്ക് എന്താണ്,
നെസസറി ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്കിവരെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് പല ടൂൾസ് പറയുന്നുണ്ട്. അതായത് ഓരോ ആപ്ലിക്കേഷനും പ്രൊഡക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നതിന് മുൻപ് അവരുടെ ഒരു പെർഫോമൻസിനെ അല്ലെങ്കിൽ അവർ റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ക്ലയൻറ്റ് സെർവർ എൻവയറമെൻറ്റിൽ നമുക്ക് പെർഫോമൻസ് ബേസ്ഡ് മോണിറ്റർ ടൂൾസ് ഒരുപാടുണ്ട്. അപ്പം ഇപ്പോൾ കണ്ട നെറ്റ്വർക്ക് ജനറൽ സ്നിഫർ എന്ന് പറയുന്നത് ലാൻഡ് ട്രാഫിക്, അതായത് നെറ്റ്വർക്ക് ട്രാഫിക്കിനെ അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണ്. അപ്പം ഇതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടാസ്കുകളെ പ്രയോറിറ്റൈസ് ചെയ്യാനും ട്രാഫിക്കിനെ റിഡ്യൂസ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കാനും ഒക്കെ സഹായിക്കും. എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും സിസ്റ്റത്തിനകത്ത് നമുക്ക് പെർഫോമൻസ് ഇഷ്യൂ വരുവാണെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ നെറ്റ്വർക്കിനെ ഫോക്കസ് ചെയ്തത്? സിസ്റ്റം കണക്ട് ചെയ്യുന്നത് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ് അല്ലേ? സിസ്റ്റംസ് കണക്ട് ചെയ്യുന്നത് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ്. സോ ഈ ഒരു സിസ്റ്റത്തിനെ കണക്ട് ചെയ്യുന്നത് നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൽ ഡിലേ വന്നു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റത്തിൻ്റെ ടാസ്ക് ഇംപ്ലിമെൻറ്റേഷനിലും ഡിലേ വരും. അതുകൊണ്ടാണ് നമ്മൾ ലാനിൻ്റെ ട്രാഫിക് നോക്കുന്നത്, അത് ശ്രദ്ധിക്കുന്നത്. അപ്പം അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ കുറച്ച് ടൂൾസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് നമുക്ക് പെർഫോമൻസസിനെ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്കെയിലബിലിറ്റിയാണ്. സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് ഒരു ഗ്രോയിങ് എമൗണ്ട് ഓഫ് വർക്കിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത്. അതായത് എനിക്ക് എൻ്റെ ഈ ഒരു പ്രോസസ്സിനെ എക്സ്പാൻഡ് ചെയ്യണം. എനിക്ക് എൻ്റെ ഒരു പ്രോസസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ എൻ്റെ കോൺഫിഗറേഷൻ ആയിരിക്കും എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ചിലപ്പം എനിക്ക് എക്സ്ട്രാ നമ്പർ ഓഫ് റിസോഴ്സസിനായിരിക്കും എനിക്ക് ആഡ് ഓൺ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് പാത്ത് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്കെൻ്റെ റിക്വയർഡ് ആയിട്ടുള്ള ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന ആ ഒരു സംഭവത്തിന്, ആ ഒരു സ്കെയിലബിലിറ്റി ഒരു ഫൈനൽ സിസ്റ്റം കാണുമല്ലോ, ആ ഒരു സിസ്റ്റത്തിന് എനിക്കെൻ്റെ സിസ്റ്റവുമായിട്ട് കോപ്പപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. അതായത് ഇപ്പോൾ എനിക്ക് ഇവിടെ ഇത്രേ വർക്കേ എനിക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ എനിക്ക് അഡീഷണലി ഞാൻ 2-3 സിസ്റ്റം കൂടെ ആഡ് ചെയ്യുവാണ് ഇൻ ഓർഡർ ടു സ്കെയിൽ മൈ ബിസിനസ് എന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻറ്റയർ കോമ്പിനേഷൻ ഓഫ് സിസ്റ്റത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് സ്കെയിലബിലിറ്റിയും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഐദർ നമ്മളുടെ കോൺഫിഗറേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കാം, അതായത് ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സിന് അറ്റ് എ ടൈമിൽ നമുക്ക് അറ്റ് എ ടൈമിൽ ഇവരെ മാനേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അതാണ് നമ്മൾ സ്കെയിലബിലിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്കെയിലബിലിറ്റി ആക്ച്വലി നമുക്ക് 2 രീതിക്ക് ചെയ്യാം. വെർട്ടിക്കൽ സ്കെയിലിംഗ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ്. വെർട്ടിക്കൽ സ്കെയിലിംഗ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരൊറ്റ മെഷീനെ നമുക്കുള്ളൂ, പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും ഒരു ത്രൂപുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ചിലപ്പം എനിക്ക് കുറേ യൂസേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് കുറേ റിക്വസ്റ്റുകൾ അറ്റ് എ ടൈമിൽ മാനേജ് ചെയ്യാനായിട്ടായിരിക്കും. ഈ ഒരു ഒറ്റ സിസ്റ്റത്തിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. അപ്ഗ്രേഡിംഗ് ആണ് നമ്മളുടെ വെർട്ടിക്കൽ സ്കെയിലിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു റിസോഴ്സസും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമ്മളുള്ള റിസോഴ്സസിനെ തന്നെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോയി വെക്കുന്നതിനെയാണ് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് MySQL. ഇനി അടുത്തത് വെർട്ടിക്കൽ സ്കെയിലിംഗ്. അടുത്ത ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്ന് പറയുമ്പോഴത്തേനും ഹൊറിസോണ്ടലി നമ്മൾ ഇവിടെ ഇപ്പം നമുക്കൊരു മെഷീൻ ഉണ്ട്. ഓക്കെ, ഞാൻ അഡീഷണലി മെഷീൻസിനെ ആഡ് ഓൺ ചെയ്യുവാണ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ഒരു കേപ്പബിലിറ്റി എന്ന് നമുക്ക് പറയാം. അതായത് എക്സിസ്റ്റിംഗ് റിസോഴ്സസിൻ്റെ കേപ്പബിലിറ്റി അല്ല ഞാനിവിടെ ഇൻക്രീസ് ചെയ്യുന്നത്, ഞാനിവിടെ അഡീഷണൽ റിസോഴ്സസിനെ ആഡ് ഓൺ ചെയ്യുവാണ് എൻറ്റയർ ഗ്രൂപ്പിൻ്റെ കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്. അതിനെയാണ് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ സ്കെയിലിംഗിൽ ഞാൻ കൂടുതലും മെഷീൻസ് ആണ് ആഡ് ഓൺ ചെയ്യുന്നത്, വേറെ വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത് അപ്ഗ്രേഡിംഗ് ആണ് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു ഇമേജ് കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്കെയിലിങ്ങിനെയാണ് കാണിക്കുന്നത്. അതായത് എനിക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റെ ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഞാൻ എൻ്റെ CPU-നെ, എൻ്റെ SSD-നെ, റാമിനെയൊക്കെ ഞാൻ അപ്ഗ്രേഡ് ചെയ്യുവാണ് ചെയ്തത്. ഓക്കെ, സോ എൻ്റെ ഫങ്ഷണാലിറ്റി ഇവിടെ ഇമ്പ്രൂവ് ആണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ആണ് ഞാൻ ചെയ്തേക്കുന്നത്, വിച്ച് മീൻസ് ദാറ്റ് ഒരു സെർവർ നമുക്കുണ്ട് ആൻഡ് ഈ ഒരു സെയിം ഫങ്ഷനാലിറ്റി ഉള്ള അടുത്ത ഒരു മേ ബി ഒരു 2 or 3 more സെർവേഴ്സിന് ഞാൻ ആഡ് ഓൺ ചെയ്യുവാണ്. സോ ഇതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അതായത് അഡീഷൻ ഓഫ് റിസോഴ്സസ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്.